നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ തേർഡ് മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഹൈഡ്രോളിക് ഫോർമുലാസ് നോക്കിയല്ലേ, അതായത് വെലോസിറ്റി ഇൻ സീവേഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ കുറച്ച് ഫോർമുലാസ് നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? ചെസീസ് ഫോർമുല, Manning's formula, Hazen-Williams formula, Krims and Burgess formula. അല്ലേ? ഈ 4 ഫോർമുലാസ് ഉപയോഗിച്ച് നമ്മൾ ഒരു സീവറിലൂടെ എത്ര വെലോസിറ്റിയിൽ നമുക്ക് ആ സീവേജ് ഫ്ലോ ചെയ്യിപ്പിക്കാം എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ അതുപോലെ നമ്മൾ നോക്കിയതാണ് എത്ര സ്ലോപ്പിൽ നമുക്ക് ആ ഒരു സീവർ വെക്കാം. ഗ്രേഡിയന്റ് അല്ലേ, അതിനെ പറയുന്നതാണ് ഗ്രേഡിയന്റ്. അപ്പൊ ഗ്രേഡിയന്റ് ഓഫ് സീവേഴ്സ് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നമ്മൾ കണ്ടു അല്ലേ? 3 ഫാക്ടേഴ്സ് ആയിരുന്നു. ഒന്ന് ഗ്രൗണ്ടിന്റെ സ്ലോപ്പ്, പിന്നെ അതുപോലെ മിനിമം നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റി എത്രയാണ്, അതുപോലെ തന്നെ മാക്സിമം നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റി എത്രയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡയമീറ്റർ ഓഫ് ദ സീവർ അല്ലേ, സീവറിന്റെ ഡയമീറ്ററും അതിലൂടെ ഒഴുകേണ്ട ഡിസ്ചാർജും. അപ്പൊ അതാണ് എന്ത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഒരു സീവർ എത്ര സ്ലോപ്പില് ലേ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് എന്ത്, ഒരു പുതിയ ടേം നമ്മൾ പരിചയപ്പെട്ടു, നോമോഗ്രാം അല്ലേ. അതിന്റെ വേറെ പേരാണ് മോണോഗ്രാം. എന്തായിരുന്നു നോമോഗ്രാം? ഒരു ഡയഗ്രാം അല്ലേ, ഡയഗ്രാം കണക്ടിങ് 3 or more വേരിയബിൾസ് അല്ലെ, ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം. പൊതുവെ നമുക്ക് ഞാൻ പറഞ്ഞു, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസിനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു നോമോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് 3 അതിൽ കൂടുതലോ വേരിയബിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ളൊരു ഡയഗ്രാം, അതാണ് നോമോഗ്രാം ഓർ മോണോഗ്രാം. അപ്പൊ അതിൽ നമ്മൾ കണ്ടു അല്ലേ, നമുക്ക് 2 വേരിയബിൾസ് അറിയാമെങ്കിൽ ബാക്കി 2 വേരിയബിൾസ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നോക്കിയത് ഡിസ്ചാർജ്, വെലോസിറ്റി, ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, സ്ലോപ്പ്. അപ്പൊ ആ 4 വേരിയബിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു നോമോഗ്രാം വരച്ചു. അപ്പൊ നമുക്ക് 2 വാല്യൂസ് അറിയാമായിരുന്നു, ബാക്കി 2 വാല്യൂസ് നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രാം ആണ് നോമോഗ്രാം. പിന്നെ അതുപോലെ നമ്മൾ നോക്കി അല്ലെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്റ്റോം വാട്ടർ ഫ്ലോ. ഒരു സ്റ്റോം വാട്ടർ ഫ്ലോയിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെ? സ്റ്റോം വാട്ടർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കാരണം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. സ്റ്റോം വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് റെയിൻഫോൾ തന്നെയാണ്. ഓക്കെ, ആ മഴവെള്ളം, അതിനെയാണ് സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോം വാട്ടർ എന്തിനൊക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ എഫക്റ്റിംഗ് സ്റ്റോം വാട്ടർ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി, കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിച്ചു അല്ലേ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കാണുമെന്ന് വിചാരിക്കണു. നിങ്ങളോട് ഞാൻ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും കേട്ടോ, നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റുകളൊക്കെ അപ്പൊ നോട്ടിൽ എഴുതിയെടുക്കുക. അപ്പൊ നമ്മുടെ സ്റ്റോം വാട്ടർ ഫ്ലോയിനെ കുറിച്ചാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു സ്റ്റോം വാട്ടർ എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാം, എത്രത്തോളം സ്റ്റോം വാട്ടർ നമ്മുടെ പൈപ്പിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. കാരണം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് ആണല്ലേ. സീവേജിന്റെ ക്വാണ്ടിറ്റി അളക്കുകയാണ്, അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പൈപ്പും ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ സീവേജിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതില് സാനിറ്ററി സീവേജ് വരും, അതായത് ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ സീവേജ്. പിന്നെ അതുപോലെ സ്റ്റോം വാട്ടർ വരും, പിന്നെ അതുപോലെ
അണ്ടർഗ്രൗണ്ട് അല്ലെ നമ്മുടെ വെള്ളം പൈപ്പിലേക്ക് ലീക്കി ജോയിന്റുകളിലൂടെ അണ്ടർഗ്രൗണ്ട് വാട്ടറും ഉള്ളിലേക്ക് വരാം. അപ്പൊ ഈ 3 സോഴ്സ് ആണ് സീവേജിന് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തേത് പഠിച്ചു. സാനിറ്ററി സീവേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഫോർമുലാസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റോം വാട്ടർ, എങ്ങനെ നമുക്ക് സ്റ്റോം വാട്ടർ അളക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോം വാട്ടർ ഫ്ലോ. അപ്പൊ നമ്മുടെ സ്റ്റോം വാട്ടർ കണ്ടുപിടിക്കാൻ, സ്റ്റോം വാട്ടറിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് റാഷണൽ മെത്തേഡ്, മറ്റേത് എംപിറിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ച്. അപ്പൊ നമുക്ക് രണ്ടും നോക്കാം. അപ്പൊ ആദ്യം റാഷണൽ മെത്തേഡ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ റാഷണൽ മെത്തേഡില് it expresses the quantity of stormwater flowing into sewers as a function of area, relative imperviousness and intensity of rainfall. അപ്പൊ നമ്മുടെ റാഷണൽ മെത്തേഡില് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് അളക്കുന്നത് Q എന്ന് പറയുന്നത് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏത് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ ഏരിയയിലുള്ള സോയിലിന്റെ റിലേറ്റീവ് ഇംപെർവിയസ്നെസ്, അതായത് എത്രത്തോളം വെള്ളം ആ ഒരു സോയില് താഴേക്ക് പെർമിറ്റ് ചെയ്യും എന്നുള്ളത്. പിന്നെ അതുപോലെ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, അതായത് മഴവെള്ളം എത്രത്തോളം ശക്തിയിലാണ് വരാൻ സാധ്യത. ഓക്കെ, അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ റാഷണൽ മെത്തേഡില് റാഷണൽ ഫോർമുല ഉണ്ടാക്കിയിട്ടുള്ളത്. Rational formula is mathematically expressed as Q is equal to CAIR. അതിലെ Q എന്ന് പറയുന്നതാണ് സ്റ്റോം വാട്ടർ ഫ്ലോ റേറ്റ്, എത്രത്തോളം സ്റ്റോം വാട്ടർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. C എന്ന് പറയുന്നത് it is the coefficient to express various factors in convenient unit. അപ്പൊ C എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ്, ആ കോഎഫിഷ്യന്റിന്റെ വാല്യൂവും പറഞ്ഞിട്ടുണ്ട് 1/360 ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് വാട്ടർഷെഡ് ഇൻ ഹെക്ടേഴ്സ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മീറ്റർ സ്ക്വയറിലല്ല പറയുന്നത്, അതുപോലെ കിലോമീറ്റർ സ്ക്വയറിലും അല്ല, ഹെക്ടേഴ്സിലാണ് ഏരിയ പറയുന്നത്. I എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിലേറ്റീവ് ഇംപെർവിയസ്നെസ്, ഓർ അതിന്റെ വേറൊരു പേരാണ് റൺ ഓഫ് കോഎഫിഷ്യന്റ് ഓർ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ഓഫ് ദ സർഫസ്. അതായത് ആ ഒരു സർഫസ്, ഭൂമിയുടെ മുകളിലുള്ള സർഫസ്, ആ സർഫസിലൂടെ എത്ര വെള്ളം ഒഴുകാൻ, റൺ ഓഫ് ആയി ഒഴുകാൻ സാധ്യതയുണ്ട്, അതാണ് എന്ത് ഇംപെർമിയബിലിറ്റി ഫാക്ടർ ഓഫ് ദ സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത്, I. പിന്നെ R എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഇൻ mm per hour. Thus the formula is reduced to the form, എന്ത് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം, ആ സിന്റെ വാല്യൂ മാറ്റി കൊടുത്താൽ Q is equal to AIR/360 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ റാഷണൽ മെത്തേഡില് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല. അപ്പൊ അതിലെ നമ്മുടെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ഓർ റൺ ഓഫ് കോഎഫിഷ്യന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് if A1, A2, A3, etc. AN are the individual areas of the total area A and I1, I2, I3, etc. IN are the impermeability factors respectively, then അതായത് നമുക്കിപ്പോ ഇംപെർമിയബിലിറ്റി ഒരു ഏരിയയിലെ ഒരു ഏരിയ തന്നിട്ടുണ്ട്, ആ ഏരിയന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഏരിയനെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഏരിയാസ് ആക്കി മാറ്റും. എന്നിട്ട് ഓരോ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ സം അപ്പ് ചെയ്യും, അതായത് ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അതായിരിക്കും ആ മുഴുവൻ വലിയ ഏരിയയുടെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ I. ഓക്കെ, അപ്പൊ സിഗ്മ AI/A, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്,
സം, ഇതിന്റെ സമ്മിന് നമ്മൾ എഴുതുന്നതാണ് അല്ലെ സിഗ്മ. അപ്പൊ സിഗ്മ AI, ഓരോ ഏരിയ അതിന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ അത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇംപെർമിയബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനി അതുപോലെ റൺ ഓഫ് കോഎഫിഷ്യന്റ് ഫോർ ഡിഫറെന്റ് സർഫസസ് ഓഫ് കാച്ച്മെന്റ് ആർ ഗിവൺ ഇൻ ടേബിൾ. അപ്പൊ നമുക്ക് ഓരോ സർഫസിനനുസരിച്ച് നമ്മൾ ഏത് സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, അതിപ്പോ ഒരു വാട്ടർ ടൈറ്റ് റൂഫ് ആണോ അതോ ആസ്ഫാൾട്ടിക് പേവ്മെന്റ് ആണോ, പേവ്മെന്റ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന വഴി, പിന്നെ സിമെന്റ് കോൺക്രീറ്റ് പേവ്മെന്റ് ആണോ, പിന്നെ അതുപോലെ മെക്കാഡം റോഡ്സ് അല്ലെ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ റോഡ്, മണ്ണ്, അതെ, പിന്നെ അതുപോലെ ഗ്രേവൽ റോഡ്സ് ആൻഡ് വാക്ക് വേസ്, അൺപേവ്ഡ് സ്ട്രീറ്റ്. ഓരോ സർഫസ് ടൈപ്പ് ഓഫ് സർഫസിനും ഓരോ റൺ ഓഫ് കോഎഫിഷ്യന്റ് വാല്യൂ ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഫോർമുലയില് ഏതാ നമ്മുടെ ഫോർമുല? Q is equal to AIR by 360 അല്ലെ, നമ്മളിപ്പോ കണ്ട ഫോർമുല. അപ്പൊ ആ ഫോർമുലയിലെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ റൺ ഓഫ് കോഎഫിഷ്യന്റ് എത്ര വാല്യൂ എടുക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. പിന്നെ കാച്ച്മെന്റ് ഏരിയ, എന്താണ് കാച്ച്മെന്റ് ഏരിയ? നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ റൺ ഓഫ് കോഎഫിഷ്യന്റ് ഒക്കെ സ്പെസിഫൈ ചെയ്തത് ഒരു സ്പെസിഫിക് കാച്ച്മെന്റ് ഏരിയക്കായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് കാച്ച്മെന്റ് ഏരിയ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ കൂടെ ഒന്നുകൂടെ ഞാൻ പറയാം. കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ it is the area of land and other surfaces which contribute the drainage into a particular sewer. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പൊ നമുക്കൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി നമ്മുടെ ഒരു ഡിസൈഡഡ് ഡ്രെയിനിൽ, നമ്മൾ കരുതുന്ന ആ ഒരു ഡ്രെയിനിൽ വന്ന് ചേരും അല്ലെ, വെള്ളം വന്ന് ഒഴുകി ചേരും. അപ്പൊ ആ മുഴുവൻ സ്ഥലവും എവിടുന്നൊക്കെയാണോ വെള്ളം വരുന്നത്, ആ വെള്ളം വരുന്ന മുഴുവൻ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാച്ച്മെന്റ് ഏരിയ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പല ഭാഗത്ത് നിന്ന് നമുക്ക് വെള്ളം ഒഴുകിയിട്ടാണ് ആ ഒരു ലേക്കിലേക്ക് വന്നു ചേരുന്നത് അല്ലെ. അപ്പൊ ആ ഫുൾ ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. Areas of different surfaces are measured separately for the purpose of calculation. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ഒക്കെ പറഞ്ഞതുപോലെ എങ്ങനെ ഓരോ ഏരിയനെയും നമുക്ക് ഒരുപാട് ഏരിയ, കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഏരിയ ഉണ്ട്. അതിലെ ഓരോ ഏരിയക്കും ഓരോ സോയിൽ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, ഓരോ ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും ഓരോ ഭാഗത്തും ഉണ്ടാവുക. അപ്പൊ അതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെറിയ ചെറിയ ഏരിയാസ് ആക്കി അതിനെ മാറ്റുന്നത്. അപ്പൊ ഓരോ സോയിലിനും ഓരോ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ റൺ ഓഫ് ഫാക്ടർ ആയിരിക്കും ഉള്ളത്. അപ്പൊ ആ ഒരു എത്രയാണ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു ഏരിയ ഇൻറ്റു അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് പ്ലസ് അടുത്ത ചെറിയൊരു ഏരിയ ഇൻറ്റു അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് പ്ലസ് അങ്ങനെ നമ്മൾ സമ്മപ്പ് ചെയ്ത് ഡിവൈഡഡ് ബൈ ഹോൾ ഏരിയ ചെയ്തതായിരുന്നു എന്ത്? നമ്മുടെ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയയുടെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ അല്ലേ. അപ്പൊ അതാണ് കാച്ച്മെന്റ് ഏരിയ, അതായത് the total area that is contributing to drainage. Okay. പിന്നെ അതുപോലെ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ നമ്മൾ പറഞ്ഞു. ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് the intensity of rainfall over short periods is found to be greater than the average for the complete day. അപ്പോൾ പൊതുവെ നമ്മൾ ഒരു മഴ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആ ഫോർമുലയിൽ എവിടെയാ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. Q is equal to AIR by 360. അതിലെ R എന്ന് പറയുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. അപ്പൊ അതെന്താണെന്നാണ് ഞാനൊന്ന് പറഞ്ഞു തരുന്നത്. ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ പൊതുവെ നമുക്കൊരു ചെറിയ റെയിൻ ഒക്കെ ആണെങ്കിൽ, ചെറിയ ഡ്യൂറേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും
അതായത് കുറച്ചു നേരത്തേക്ക് മഴ പെയ്യുകയാണെങ്കിൽ അത് അതിന്റെ ഇന്റൻസിറ്റി, അതായത് എത്ര mm/h ആ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇന്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു ലോങ് ഡ്യൂറേഷൻ എടുക്കുകയാണ്, ഒരു ദിവസത്തേക്ക് മുഴുവൻ ഉള്ള റെയിൻഫോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കമ്പയർഡ് ടു ദ ഷോർട്ട് പീരീഡ് മറ്റേ ആ കംപ്ലീറ്റ് ഡേയിലേക്ക് കൺസിഡർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. Okay, so heavy rain may occur once in 5 or 10 years. വല്ല ശക്തമായ മഴ ഒരു 5 to 10 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കലൊക്കെ ചിലപ്പോൾ സംഭവിക്കും. Extraordinary storm may occur once in 10 to 15 years. അതുപോലെ extraordinary പതിവില്ലാത്ത മഴ 10 to 15 yearsലൊക്കെ ഒരിക്കലൊക്കെ ചിലപ്പോൾ സംഭവിക്കുള്ളൂ. അതുപോലെ തന്നെ എക്സ്ട്രീംലി ഹെവി സ്റ്റോം, വളരെ ശക്തമായ മഴ, ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലത്തെ മഴ, അതൊക്കെ ഒരു 40 to 50 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കലേ സംഭവിക്കും. അപ്പൊ നമുക്ക് ഒരു സീവേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, സീവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു ഇങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല അല്ലേ? കാരണം നമുക്ക് അത് ഒരിക്കലും ഉണ്ടാവാവുന്ന സംഭവമാണ്, അതും ഉണ്ടായിക്കോളണമെന്നില്ല, ഉറപ്പില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കേസിന് വേണ്ടി നമ്മൾ വലിയ സീവർ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ സീവർ cannot be designed for such an extreme case as the size of sewer becomes very large and uneconomical. Also, sewer should not be too small to cause overflow and damage. അപ്പൊ സീവർ നമുക്ക് ഒരിക്കലും അത്രയും വലുതാക്കി കൊടുക്കാൻ പറ്റില്ല, കാരണം അത് എക്കണോമിക്കൽ അല്ല അല്ലേ? പക്ഷെ അതേ സ്ഥാനത്ത് സീവർ വളരെ ചെറുതാക്കാനും നമുക്ക് സാധിക്കില്ല. കാരണം എന്താ? വളരെ ചെറുതായി കഴിഞ്ഞാൽ ആ സീവറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും, പിന്നെ അതുപോലെ ആ സീവർ കേടുവരും അല്ലേ? സോ ജനറലി നമ്മൾ എടുക്കുന്ന സ്റ്റോം വാട്ടർ occurring once in 5 years is taken for the design of sewer. അപ്പൊ നമ്മൾ 5 കൊല്ലത്തിൽ വരാവുന്ന ശക്തമായ മഴ എത്രയാണ്, ആ ഒരു കേസേ നമ്മൾ കൺസിഡർ ചെയ്യും സീവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കാരണം 40 to 50 കൊല്ലത്തിന്റെ ഇടയിൽ വരാവുന്ന മഴ എന്ന് പറഞ്ഞാൽ അത് വളരെ എക്സ്ട്രീം ആണ്, പക്ഷെ അത് വളരെ റെയർ കേസ് ആണ് അല്ലെ? അപ്പൊ ഒരിക്കലും ഡിസൈൻ ചെയ്യുമ്പോൾ റെയർ കേസിന് നമ്മൾ ഡിസൈൻ ചെയ്യില്ല. ഓക്കെ, സോ 5 ഇയേഴ്സിൽ വരാവുന്ന മാക്സിമം റെയിൻഫോൾ എത്രയാണ്, ഇന്റൻസിറ്റി എത്രയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുവെ സീവർ ഡിസൈൻ ചെയ്യും. അപ്പൊ intensity of rainfall from such storms may be taken from rainfall intensity duration curve. അപ്പൊ പൊതുവെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ് എന്ന് പറയുന്നത് റെയിൻഫോൾ ഇന്റൻസിറ്റി വേഴ്സസ് ഡ്യൂറേഷൻ അല്ലെ? എക്സ് ആക്സിസിൽ ഡ്യൂറേഷനും വൈ ആക്സിസിൽ റെയിൻഫോൾ ഇന്റൻസിറ്റിയും. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ എത്രത്തോളം നമുക്ക് മാക്സിമം മഴ ലഭിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെയാണ് പൊതുവെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പക്ഷെ നമുക്ക് ഫോർമുല വെച്ചും ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഗ്രാഫ് ഇല്ലെങ്കിൽ നമുക്ക് ഫോർമുല വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫോളോയിങ് ഫോർമുല മേ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. ഏതൊക്കെയാണ് ഫോർമുലാസ്? ഒന്ന്, R is equal to 760 by T plus 10 for storm duration 5 to 20 minutes. അപ്പൊ നമ്മുടെ മഴ 5 to 20 മിനിറ്റിന്റെ ഇടയിൽ അത്ര മാത്രമുള്ള ഒരു ചെറിയ മഴയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. വേറെ T എന്ന് പറയുന്നത് എന്താ? ഡ്യൂറേഷൻ അല്ലെ? ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം ആണ് T. അപ്പൊ നമുക്ക് R എന്ന് പറയുന്ന റെയിൻഫോൾ ഇന്റൻസിറ്റി കിട്ടും. യൂണിറ്റ് ശ്രദ്ധിക്കണം, യൂണിറ്റ് ഇസ് ഇൻ millimeter per hour, mm per hourലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ 760 എന്നൊക്കെ പറയുന്നത് നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു എംപിറിക്കൽ ഫോർമുലയാണ്. എംപിറിക്കൽ ഫോർമുല പഠിക്കുമ്പോൾ അതിന്റെ യൂണിറ്റും നമ്മൾ കൂടെ പഠിച്ചു പോണം. ഓക്കെ, അപ്പൊ R is equal to 760 by T plus 10. ഇതാണ് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല for storm duration of 5 to 20 minutes.
ഇനി മഴ അതിലും നീണ്ടു നിൽക്കുകയാണെങ്കിൽ, അതായത് 20 to 100 minutes, 20 to 100 minutes നമ്മുടെ മഴ നിലനിൽക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് R is equal to 1020 by T plus 20. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് ഒരുപാട്, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഏത് ഫോർമുലയാണ്? റാഷണൽ ഫോർമുലയാണ് അല്ലെ? അതായത് സ്റ്റോം വാട്ടർ എത്രത്തോളം വരാം എന്നുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു റാഷണൽ ഫോർമുല വെച്ചും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ എംപിറിക്കൽ ഫോർമുലാസ് വെച്ചും സ്റ്റോം വാട്ടർ നമുക്ക് എത്രത്തോളം വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ റാഷണൽ ഫോർമുലയെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. Q is equal to AIR by 360. ഇനി അടുത്തത് പറയുന്നതാണ് എംപിറിക്കൽ ഫോർമുലാസ്. എംപിറിക്കൽ ഫോർമുലാസ് നിങ്ങൾക്ക് ഒരു 6 എംപിറിക്കൽ ഫോർമുലാസ് നോക്കാം. ബർക്ക്ലി-സിഗ്ലർ ഫോർമുല, ഫാനിങ്സ് ഫോർമുല, ടാൽബോട്ട്സ് ഫോർമുല, ഡിക്കൻസ് ഫോർമുല, റൈറ്റ്സ് ഫോർമുല, ഇംഗ്ലിഷ് ഫോർമുല. ഇത്രയും എംപിറിക്കൽ ഫോർമുലാസ് നമുക്ക് നോക്കാം. ഇതെല്ലാം പറയുന്നത് എന്ത് തന്നെയാണ്? ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബർക്ക്ലി-സിഗ്ലർ ഫോർമുല, അതില് Q is equal to 296 CRA fourth root of S by E. അതിലെ C എന്ന് പറയുന്നത് എന്താണ്? It is a constant depending on nature of ground. അപ്പൊ ഗ്രൗണ്ട് സർഫസിനെ അനുസരിച്ചിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 to 0.9 വരെ ഏതൊരു വാല്യൂയും എത്താം. പിന്നെ R എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, അതും millimeter per hourലാണ്. പിന്നെ A എന്ന് പറയുന്നത് ഏരിയ ഇൻ ഹെക്ടേഴ്സ്, അതും ശ്രദ്ധിക്കണം, ഏരിയ എന്ന് പറയുന്നത് ഹെക്ടറിലാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ കിലോമീറ്റർ സ്ക്വയറിലോ മീറ്റർ സ്ക്വയറിലോ ഒന്നും അല്ല ഏരിയ പറയുന്നത്. ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹെക്ടേഴ്സ്. പിന്നെ അതുപോലെ S എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ്. സ്ലോപ്പ് ഇൻ മീറ്റർ പെർ 1000 മീറ്റർ ലെങ്ത് ഓഫ് സീവർ. അതായത് 1000 മീറ്റർ ലെങ്ത് ഓഫ് സീവറിന് എത്രയാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് S സ്ലോപ്പ് എന്ന് സൂചിപ്പിക്കുന്നത്. അതാണ് ബർക്ക്ലി-സിഗ്ലർ ഫോർമുല. Q is equal to 296 CRA fourth root of S by A. ഇനി അടുത്തത് ഫാനിങ്സ് ഫോർമുലയാണ്. ഫാനിങ്സ് ഫോർമുലയിൽ എന്താ പറയുന്നത്? Q is equal to 3125 m raised to 5 by 8. അതിലെ Q ആണ് നമ്മുടെ റൺ ഓഫ് ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ്, അതായത് സ്റ്റോം വാട്ടർ റൺ ഓഫ്. പിന്നെ M എന്ന് പറയുന്നത് ഏരിയ. ഇവിടെയും ശ്രദ്ധിക്കണം, ഇവിടെ ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് കിലോമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. കിലോമീറ്റർ സ്ക്വയറിലായതുകൊണ്ടാണ് നമുക്ക് 3125 എന്ന് പറയുന്ന വാല്യൂ വന്നത്. ഇപ്പൊ ഹെക്ടറിലായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ഇവിടെ വാല്യൂ വരിക. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇതിന് എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ടാൽബോട്ട്സ് ഫോർമുലയാണ്. ടാൽബോട്ട്സ് ഫോർമുലയിൽ Q is equal to 87,000 m raised to 1 by 4. അതിലെ QM നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Q എന്താണ്? റൺ ഓഫ് അല്ലെ, ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ്, ആൻഡ് M എന്ന് പറയുന്നത് ഏരിയ ഇൻ കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ, പിന്നെ അടുത്ത ഡിക്കൻസ് ഫോർമുല. ഡിക്കൻസ് ഫോർമുല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുന്നേ? നിങ്ങൾ പണ്ട് പഠിച്ച ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് അല്ലെ, S4 പഠിച്ച ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലൊക്കെ പറയുന്ന ഒരു ഫോർമുലയാണ് ഡിക്കൻസ് ഫോർമുല. അതുപോലെ തന്നെ റൈവ്സ് ഫോർമുല. ഓക്കെ, അപ്പൊ ഡിക്കൻസ് ഫോർമുലയിൽ Q is equal to 14 cm raised to 3 by 4, where Q ഉം M ഉം നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. Q സ്റ്റോം വാട്ടർ ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡും M എന്ന് പറയുന്നത് എന്താണ്?
ഏരിയ ഇൻ കിലോമീറ്റർ സ്ക്വയർ. പിന്നെ ഈ സി എന്ന് പറയുന്ന വാല്യൂ, സി ഇസ് എ കോഎഫിഷ്യന്റ്, അത് ഏരിയക്ക് അനുസരിച്ച് മാറും. ലാർജ് ഏരിയാസിന് സി എന്ന് പറയുന്നത് 250 ആണ് വാല്യൂ വരിക. പിന്നെ 850 ഫോർ ഏരിയാസ് ഓഫ് ആവറേജ് സൈസ് വിത്ത് 600 to 1250 mm റെയിൻഫോൾ. പിന്നെ അതുപോലെ 1600 ആണ് സ്മോൾ ഏരിയാസിന് വാല്യൂ വരിക. ഓക്കെ, അപ്പൊ അതാണ് ഡിക്കൻസ് ഫോർമുല. അതിൽ ആ ഒരു സി വാല്യൂ ആണ് മാറുക. പിന്നെ അടുത്തത് റൈവ്സ് ഫോർമുലയാണ്. അതിലും എങ്ങനെയാണ്? Q is equal to 15 cm raised to 2/3. ഓക്കെ, അതിലെയും Q എന്ന് പറയുന്നത് തന്നെയാണ് റൺ ഓഫ് അല്ലെ, സ്റ്റോം വാട്ടർ റൺ ഓഫ്. M എന്ന് പറയുന്നത് ഏരിയ ഇൻ കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ, പിന്നെ C എന്താണ്? C കോൺസ്റ്റന്റ് വേരിയിങ് ഫ്രം 450 to 675. ഓക്കെ, ദിസ് ഫോർമുല is suitable for സൗത്ത് ഇന്ത്യ. ഇപ്പൊ പൊതുവെ സൗത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാൽക്കുലേഷന് എത്രത്തോളം സ്റ്റോം വാട്ടർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ കണക്കാക്കുന്നത് ഈ റൈവ്സ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇംഗ്ലിഷ് ഫോർമുല. ഇംഗ്ലിഷ് ഫോർമുലയിൽ എന്താ പറയുന്നത്? Q is equal to 123,100 m by root of m plus 10.3. അതിലും Q എന്ന് പറയുന്ന റൺ ഓഫ് തന്നെയാണ് in liter per second and m is area in kilometer square. This formula is generally used for western parts of India. അപ്പൊ വെസ്റ്റേൺ പാർട്സ്, ഇന്ത്യയിലെ വെസ്റ്റേൺ പാർട്സിലൊക്കെ ഈ ഒരു ഫോർമുലയും, സൗത്ത് ഇന്ത്യയില് ഈ ഒരു ഫോർമുലയും, റൈവ്സ് ഫോർമുലയാണ് പൊതുവെ നമ്മൾ സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ഇത് പുതിയൊരു വാക്കായിരിക്കില്ല അല്ലെ, പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പല സബ്ജക്റ്റുകളിലായിട്ട് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കാം ടൈം ഓഫ് കോൺസെൻട്രേഷൻ. എന്താണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. It is the time required for storm water to run from the farthest point of the area to reach the point for which maximum is to be estimated. അതായത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത്, സപ്പോസ് നമുക്ക് ഈ ഒരു റിസർവോയർ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് വിചാരിക്കാം. ഇവിടെ എത്രത്തോളം വെള്ളം എത്തുന്നുണ്ട് അതാണ് നമുക്ക് അളക്കേണ്ടത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദൂരെയുള്ള പോയിന്റിൽ നിന്ന് ഈ ഒരു റിസർവോയറിലേക്ക് ആ ഒരു വെള്ളത്തുള്ളി എത്താൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ഒന്ന് വായിച്ചു നോക്കൂ. ടൈം റിക്വയർഡ് ഫോർ സ്റ്റോം വാട്ടർ ടു റൺ ഫ്രം ദ ഫാർദസ്റ്റ് പോയിന്റ്, ഈ ഒരു ഫാർദസ്റ്റ് പോയിന്റ്, to reach the point for which maximum is to be estimated. അപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയം, ഏറ്റവും ഫാർദസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ എടുക്കുന്ന സമയം, അതാണ് എന്ത്? ടൈം ഓഫ് കോൺസെൻട്രേഷൻ. അപ്പൊ ഈ ഒരു ടൈം ഓഫ് കോൺസെൻട്രേഷന് two കോമ്പണൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാ? ടൈം ഓഫ് എൻട്രി ഓർ ഇൻലെറ്റ് ടൈം, അതുപോലെ ടൈം ഓഫ് ഫ്ലോ അല്ലെ. നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ എടുക്കുന്ന സമയം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്ന് ടൈം ഓഫ് എൻട്രി, ദ ടൈം ടേക്കൺ ബൈ റെയിൻഫോൾ ടു റൺ ഫ്രം ദ മോസ്റ്റ് ഡിസ്റ്റന്റ് പോയിന്റ് ഓഫ് വാട്ടർഷെഡ് ടു ദ ഇൻലെറ്റ് ഓഫ് സീവർ. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്താൻ എടുത്ത സമയം അല്ലെ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഷേപ്പ് ക്യാരക്ടറിസ്റ്റിക് and topography of the basin and may generally vary from 5 to 30 minutes. അപ്പോൾ ഈ ഒരു ടൈം ഓഫ് എൻട്രി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഡിപെൻഡ് ചെയ്യുക. എന്തൊക്കെയാണ്? ഒന്ന് അതിന്റെ ഷേപ്പ്, കാച്ച്മെന്റ് ഏരിയയുടെ ഷേപ്പ്, അതായത് ഫേൺ ഷേപ്പ് ആണോ അതോ നമ്മുടെ ബ്രോഡ് ലീഫ് ഷേപ്പ് ആണോ എന്നുള്ളത്. പിന്നെ അതുപോലെ അവിടുത്തെ ടോപ്പോഗ്രഫി,
ഫ്ലാറ്റ് ഏരിയ ആണോ മൗണ്ടൈനിയസ് ഏരിയ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ പൊതുവേ നമുക്ക് ടൈം ഓഫ് എൻട്രി എന്ന് പറയുന്നത് എത്രയാണ്? 5 to 30 minutes ആണ്. പിന്നെ അടുത്തതാണ് ടൈം ഓഫ് ഫ്ലോ. The time required for the flow of water in the sewer from inlet to the point under consideration and is determined by the length of the sewer and the velocity of flow in the sewer. അതായത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഡ്രെയിനേജ് വരെ എത്താൻ എടുത്ത സമയം ആണ് ടൈം ഓഫ് എൻട്രി അല്ലേ? ഈ ഡ്രെയിനേജിൽ നിന്ന് ഒഴുകി റിസർവോയർ വരെ എത്താൻ എടുത്ത സമയം അതിനെയാണ് ടൈം ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ആ ഡ്രെയിനേജിലൂടെ ഒഴുകുന്ന സമയത്തിനെയാണ് ടൈം ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഡ്രെയിനേജിലൂടെ ഒഴുകുന്നതായതുകൊണ്ട് ഡ്രെയിനേജിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ? അതായത് എന്തൊക്കെയായിരിക്കാം ഡ്രെയിനേജ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന് ലെങ്ത് ഓഫ് ദ സീവർ, ആ ഒരു പൈപ്പിന്റെ ഡ്രെയിനേജ് പൈപ്പിന്റെ ലെങ്ത് എന്താണ്, അതുപോലെ അതിലൂടെ ഒഴുകാനുള്ള വെലോസിറ്റി എത്രയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയാണ് ടൈം ഓഫ് ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഇൻലെറ്റ് ടൈം ആൻഡ് ടൈം ഓഫ് ഫ്ലോ. അതായത് എൻട്രി ടൈം ഡ്രെയിനേജ് ബേസിൻ വരെ എത്താൻ എടുക്കുന്ന സമയം പ്ലസ് ആ ഡ്രെയിനേജിൽ നിന്ന് നമ്മുടെ റിസർവോയർ വരെ എത്താൻ എടുക്കുന്ന സമയം, അതായിരിക്കും ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് നോക്കാനുള്ളത് സർഫസ് ഡ്രെയിൻസിനെ കുറിച്ചാണ്. സർഫസ് ഡ്രെയിൻസ് എന്താണ്? സർഫസ് ഡ്രെയിൻ, സർഫസ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പൺ ഡ്രെയിൻസ് അല്ലെ? ഓപ്പൺ ആയി കിടക്കുന്ന ചാലുകൾ, അതാണ് സർഫസ് ഡ്രെയിൻ ഓർ ഓപ്പൺ ഡ്രെയിൻ. It is constructed on either side of the street along the boundary walls of the buildings. അപ്പൊ നമ്മുടെ എവിടെയാണ് ഈ സർഫസ് ഡ്രെയിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്? on either side of the street. ഒരു സ്ട്രീറ്റിന്റെ രണ്ട് ഭാഗത്തും നമുക്ക് കാണാം ഡ്രെയിനേജ് അല്ലേ? It is cheap and offer low maintenance. അപ്പൊ അത് ചീപ്പാണ്, കൺസ്ട്രക്ട് ചെയ്യാൻ ചീപ്പാണ്, അതുപോലെ അധികം മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല, നമ്മളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലെ? താനെ വെള്ളം വന്ന് ഒഴുകി പോകുന്നുണ്ട്. It carry the sullage, that is less foul water, waste water from bathrooms, kitchens and washing places, and also rainwater from courtyards, roof, roads and open ground. അപ്പൊ സർഫസ് ഡ്രെയിനിന്റെ പ്രത്യേകത എന്താണ്? It carries sullage. Sullage ആണ് അത് ക്യാരി ചെയ്യുന്നത് അല്ലേ? അതായത് സീവേജ് അല്ല. സീവേജ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള വേസ്റ്റ് വാട്ടറും സീവേജിൽ ഉൾപ്പെടും. പക്ഷെ സള്ളേജ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പഠിച്ചതാണ്. സള്ളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സള്ളേജ്? ലെസ് ഒഫെൻസീവ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ അല്ലെ? സ്ട്രെങ്ത് കുറഞ്ഞ വേസ്റ്റ് വാട്ടർ, അതിനെയാണ് സള്ളേജ് എന്ന് പറയാം. അതായത് നമ്മൾ കുളിക്കുമ്പോൾ വരുന്ന വേസ്റ്റ് വാട്ടർ, അതുപോലെ കിച്ചണിൽ അടുക്കളയിലൊക്കെ പച്ചക്കറികൾ കഴുകിയിട്ടും പാത്രം കഴുകിയിട്ടും ഒക്കെ ഉള്ള വേസ്റ്റ് വാട്ടർ, അതൊക്കെ ലെസ് ഒഫെൻസീവ് ആണ് അല്ലെ? പിന്നെ അതുപോലെ വാഷിംഗ് പ്ലേസസിൽ നിന്ന് വരുന്ന, അലക്കുന്നിടത്തു നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ റെയിൻ വാട്ടർ, മഴവെള്ളം. അപ്പൊ ഇതെല്ലാം ലെസ് ഒഫെൻസീവ് ആണ്, അധികം സ്മെല്ലൊന്നും ഉണ്ടാക്കുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനത്തെ വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സള്ളേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സള്ളേജ് ആണ് നമ്മുടെ സർഫസ് ഡ്രെയിൻസിലൂടെ ഒഴുകുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഓഫ് എൻ ഐഡിയൽ ഡ്രെയിൻ? നമുക്ക് നോക്കാം. ഒരു നല്ലൊരു ഡ്രെയിനേജ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഷുഡ് ബി ഈസി ആൻഡ് ചീപ്പ്. നമ്മൾ ആ ഒരു ഡ്രെയിന് കൺസ്ട്രക്ട് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും രണ്ടും തന്നെ എക്കണോമിക്കൽ ആയിരിക്കണം അല്ലേ? വളരെ ഹൈ കോസ്റ്റ് ഒന്നും വരാൻ പാടില്ല. പിന്നെ അടുത്തത്, even during minimum dry weather flow, self-cleansing velocity should be developed
to avoid deposition of any solids if present. അപ്പൊ എന്താ പറയുന്നത്? ഏറ്റവും കുറച്ച് വേസ്റ്റ് വാട്ടർ ഒഴുകുന്ന സമയത്തും ഈ ഒരു ഡ്രെയിനേജിൽ സഫിഷ്യന്റ് വെലോസിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ആ വെലോസിറ്റിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പേര് കൊടുത്തു അല്ലേ? എന്താണ് പേര്? സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. അതായത് പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടുമില്ല, എന്നാൽ ആ പൈപ്പ് കൊറോഡാവുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വെലോസിറ്റിയാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. അപ്പൊ ആ ഒരു വെലോസിറ്റി എപ്പോഴും ഈ പൈപ്പിൽ നിലനിർത്തിക്കൊണ്ട് ഒഴുകാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടന്ന് അതിനുള്ളിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം താഴേക്ക് അടിഞ്ഞുകൂടും അല്ലേ? സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആ ഡ്രെയിനേജിൽ എപ്പോഴും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ the drain should have sufficient freeboard even during maximum discharge so as to avoid flowing over. അതായത് നമുക്ക് മാക്സിമം കേസിൽ പോലും അത് ഓവർഫ്ലോ ചെയ്യാത്ത രീതിയിൽ ഫ്രീ ബോർഡ് കൊടുക്കണം അല്ലെ? ഫ്രീ ബോർഡ് നമുക്കറിയാലോ എന്താണ് ഫ്രീ ബോർഡ്. ഡാം ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കേട്ടൊരു വാക്കാണല്ലേ ഫ്രീ ബോർഡ്. എന്താണ് ഫ്രീ ബോർഡ്? നമുക്ക് മാക്സിമം നമ്മൾ എത്ര വെള്ളത്തിനാണോ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം, അതാണ് ഫ്രീ ബോർഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ മാക്സിമം ഫ്രീ ബോർഡ് ഉണ്ടായിരിക്കണം. ഫ്രീ ബോർഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡ്രെയിൻ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ലോണം ഫ്രീ ബോർഡ് വെക്കണം. പിന്നെ അതുപോലെ the inner surface should be smooth. നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കണം അല്ലെ? ഫ്രിക്ഷൻ ഉള്ള റഫ് സർഫസ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് എല്ലാം അവിടെ തന്നെ പറ്റിപ്പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വേസ്റ്റ് വാട്ടർ ആണ് അല്ലെ? അപ്പൊ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ വേസ്റ്റ് ഒന്നും എവിടെയും പറ്റിപ്പിടിച്ച് കിടക്കാതിരിക്കാൻ നമുക്ക് സ്മൂത്ത് സർഫസ് ആണ് എപ്പോഴും കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ the drain should be such that it can be easily cleaned. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കണം. പെട്ടെന്ന് എങ്ങാനും എവിടെയെങ്കിലൊക്കെ ഒരു തടസ്സം വന്നാൽ, ഫ്ലോ ചെയ്യുന്നതിന് ഒരു തടസ്സം വന്നാൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കി ആ തടസ്സം ഒഴിവാക്കാൻ സാധിക്കണം. പിന്നെ it should be structurally safe and stable. ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സേഫ് സ്ട്രക്ചർ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. പൊട്ടിപ്പോവാനൊന്നും പാടില്ല അല്ലെ? ഡ്രെയിനേജ് ചാലൊന്നും എവിടെയും പൊട്ടിപ്പോവാൻ പാടില്ല. It should be non-corrosive and withstand erosion due to flow. അതായത് അത് non-corrosive ആവണം, തുരുമ്പിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് വെച്ചായിരിക്കണം നമ്മുടെ ഡ്രെയിനേജ് ഉണ്ടാക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഇത് ക്യാരി ചെയ്യുന്നത് വേസ്റ്റ് വാട്ടർ ആണല്ലേ? അപ്പൊ വേസ്റ്റ് വാട്ടർ ആയതുകൊണ്ട് പല റിയാക്ഷൻസ്, അതിലുള്ള വേസ്റ്റിന്റെ പല റിയാക്ഷൻസും ആ ഒരു മെറ്റീരിയലുമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഡ്രെയിനേജ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ഡ്രെയിൻ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കൊറോഷൻ സംഭവിക്കാത്ത ഒരു മെറ്റീരിയൽ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റിക്വയർമെന്റ്സ് ഓഫ് എൻ ഐഡിയൽ ഡ്രെയിൻ. നല്ലൊരു ഡ്രെയിനിന്റെ റിക്വയർമെന്റ്സ്, വേണ്ട കാര്യങ്ങൾ. ഇനി what are the types of surface drains നമുക്ക് നോക്കാം. ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ഡ്രെയിനുകളാണ് ഉള്ളത്. അത് ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. റെക്ടാങ്കുലർ ഡ്രെയിൻസ്, സെമി സർക്കുലർ ഡ്രെയിൻസ്, യു ഷേപ്ഡ് ഡ്രെയിൻസ്, വി ഷേപ്ഡ് ഡ്രെയിൻസ്. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്ന 4 ഷേപ്പുകൾ അല്ലെ? റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പില് ഉള്ള ഒരു ഡ്രെയിൻ.
അതുപോലെ സെമി സർക്കുലർ അല്ലേ, പകുതി സർക്കിള്, പിന്നെ യു ഷേപ്ഡ് ഡ്രെയിൻസ്, വി ഷേപ്ഡ് ഡ്രെയിൻസ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഡ്രെയിൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.